ഇതൊരു 25 വർഷത്തിൻ്റെ കഥയാണല്ലോ പറയേണ്ടത്, അല്ലെങ്കിൽ അതിനും കൂടി മുമ്പേക്കുള്ള കഥകളാണ്. പ്രകൃതി എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും. ബേക്ക് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമാണ് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നത്. ഇതുമില്ല, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിരുന്നു, അദ്ദേഹത്തെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രസമായിട്ട് വന്ന ഒരു സംഭവം, ആർക്കിടെക്ചർ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ എൻ്റെ തന്നെ ക്ലാസ്മേറ്റ് ആയിരുന്ന മലയാളം അറിയാത്ത വേറൊരാളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണറായതും ഓഫീസ് പാർട്ട്ണറായതും. മനസ്സിലായോ? അപ്പോൾ മലയാളം മാത്രം അറിയുന്നു എന്നുള്ള പേടിയോടുകൂടി 3 വർഷം ക്ലാസ്സിൽ കയറാത്ത ആള് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മലയാളം അറിയില്ലാത്ത ഒരാളെയും കൊണ്ടാണ് തിരിച്ചിറങ്ങിയത് എന്നുള്ള. അപ്പോൾ ആ ഗ്രാജുവേഷൻ്റെ കൂടെ ഒരു പാർട്ട്ണറേയും കൂടി കൊണ്ടുവന്നു. Hey all, we are here on Dchat, DG College of Architecture second podcast episode, and me Akshayjith Neelambari, student architect of DG College, and with me architect Vinod P. Cyriac, principal architect of Space Art and founder partner of Good Earth, and one of the key architects involved in setting off in Kerala's first tribal heritage village in Wayanad, and many of public social works and IIA Kerala chapter chairperson. Sir, welcome to Dchat. Thank you. Sir, ഇപ്പോൾ എന്താ പറയുക, ഇത്രത്തോളം ഉള്ള ഈ ഒരു മൊമെൻ്റ് വരെ എത്തുന്ന സാർ ഈ ഒരു പ്രൊഫഷണൽ ആൻഡ് സ്റ്റുഡൻറ്റ് ലൈഫും ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ആർക്കിടെക്ട് ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ആർക്കിടെക്റ്റിലേക്ക് എന്ന് എത്തിപ്പെട്ട ഒരു വഴി സിമ്പിളായിട്ട് ഒന്ന് സാധിച്ചത്? ഈ ജാവ സിമ്പിളാണ്, പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് മഹത്തായ ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പറയുന്നത് പോലെയാണ്, ഇതൊരു 25 വർഷത്തിൻ്റെ കഥയാണല്ലോ പറയേണ്ടത്, അല്ലെങ്കിൽ അതിനും കൂടി മുമ്പേക്കുള്ള കഥകളാണ്. സ്റ്റുഡൻറ്റ് ലൈഫും കൂടെ പറയുമ്പോൾ ഐ എം സിറ്റിംഗ് വിത്ത് 25 years ഓഫ് പ്രാക്ടീസ് നൗ. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു 5 വർഷം എന്ന് പറയുമ്പോൾ 30 വർഷം മുമ്പുള്ള കഥകളിൽ തുടങ്ങി ഇന്ന് വരെ എത്തിയിരിക്കുന്ന ഒരു യാത്രയെപ്പറ്റി വളരെ സിമ്പിളായിട്ട് പറയുക എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് ലൈഫിലേക്ക് എങ്ങനെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും എല്ലാ സ്റ്റുഡൻറ്റ് ആർക്കിടെക്ട്സിനും അല്ലെങ്കിൽ ആർക്കിടെക്ട്സിനും പറയാൻ പറ്റുന്നത് പോലെ തന്നെ വഴിതെറ്റി വന്ന ഒരു സ്റ്റുഡൻറ്റ് ആർക്കിടെക്റ്റാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ആ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു 90% ആർക്കിടെക്ട്സും അത്യാവശ്യം കൈയെഴുത്ത് നന്നാവുകയോ അല്ലെങ്കിൽ വരയ്ക്കാനുള്ള എന്തെങ്കിലും എബിലിറ്റി ഉണ്ട് എന്ന് അവരുടെ വീട്ടുകാർക്കോ ടീച്ചേഴ്സിനോ തോന്നിയാൽ അവർക്ക് പറ്റിയൊരു പ്രൊഫഷനാണ് ആർക്കിടെക്ചർ എന്നുള്ള പൊതു ഒരു ബോധത്തിൽ നിന്നും തള്ളിവിട്ട് എത്തിപ്പെട്ട ഒരു ആർക്കിടെക്ചർ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ഇൻ ദാറ്റ് സെൻസ് ഐ വാസ് എ വെരി ബാഡ് സ്റ്റുഡൻറ്റ് ഓൾസോ. ആദ്യത്തെ 3 വർഷം വളരെ പത്തറ്റിക് ആയിട്ടുള്ള പെർഫോമൻസും. ഞാനൊരു ഗ്രാമീണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വളർന്നു വന്ന ഒരാളാണ്. ഒരു മലയാളം മീഡിയം സ്കൂളിൽ ഒരു വില്ലേജ് റൂറൽ സെറ്റപ്പിൽ വളർന്നു വന്ന ഒരാളും കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ പ്രകൃതി എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും. പ്രത്യേകിച്ച് മരങ്ങൾ, പുഴകൾ, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ. ഒരു ഗ്രാമീണ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഗ്രാമീണനും അനുഭവിക്കുന്ന ലക്ഷറികളാണ് അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുവേ ഒരു അന്തർമുഖനായിരുന്നു ഞാൻ. സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെ കാണുമ്പോൾ പതുക്കെ ഒരു ഷെല്ലിലേക്ക് പോവുക എന്നൊക്കെയുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ ഉണ്ടായിരുന്നൊരു ബാല്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മണിപ്പാലിലാണ് ഞാൻ എൻ്റെ ആർക്കിടെക്ചർ ചെയ്തത്. ആ കാലഘട്ടങ്ങളിൽ, ദാറ്റ് വാസ് ടോക്കിംഗ് അബൌട്ട് late 80s ഓർ early 90s. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ മണിപ്പാൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ എണ്ണപ്പെട്ട ആർക്കിടെക്ചർ കോളേജുകളിലൊന്നാണ്. കേരളത്തിൽ ആകെ ആ സമയത്ത് ഒരു 1-2 കോളേജുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻറ്റയർ ഇന്ത്യ വാസ് ദെയർ, അതേപോലെ ഈവൻ കുറച്ച് എക്സ്ചേഞ്ച് സ്റ്റുഡൻസും ഒക്കെയുള്ള കാലഘട്ടമാണ്. മലയാളികൾ വളരെ കുറവാണ് അവിടെ. പ്രത്യേകിച്ച് ആർക്കിടെക്ചർ ഫീൽഡിൽ ആ സമയത്ത് എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ട് 2-3 മലയാളികളും, ബാക്കി പൂർണ്ണമായും നോർത്ത് ഇന്ത്യൻ ക്രൗഡും. അഥവാ മലയാളികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ പുറം ലോകങ്ങളിൽ നിന്ന് വന്നവരാണ്.
ഗൾഫ് മേഖലകളിൽ നിന്നോ US നിന്നോ UK നിന്നോ ഒക്കെ വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ പൊതുവേ സംസാര ഭാഷ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് അവിടെ. അപ്പോൾ മലയാളം മാത്രം അറിയുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ ക്ലാസ്സിലേക്ക് കയറുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ദുർഘടം പിടിച്ച വളരെ സങ്കടകരമായ ഒരു അനുഭവം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ഭീതിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. സോ ഐ യൂസ് ടു ബങ്ക് ക്ലാസ്സസ് ഇൻ എ വെരി വെരി ബിഗ് വേ. അത് ഈ ഫിയർ കൊണ്ട് മാത്രമാണ്, സബ്ജക്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാവാത്തതുകൊണ്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനറലി ഐ ഹാഡ് ദിസ് ഇൻക്ലിനേഷൻ ടുവേർഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേച്ചറായിട്ടായാലും ആർട്ടിനോടായാലും വായനയോടായാലും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷയുടെ ഒരു ഭീതി, അത് ഉപയോഗിക്കാനുള്ള ഒരു ചമ്മൽ എന്നൊക്കെ പറയുന്നൊരു സംഗതി ഡെഫിനറ്റ്ലി ഡിസ്വേർഡഡ് മീ ഫ്രം എൻറ്ററിങ് ദ ക്ലാസ്. ആൻഡ് obviously class mates and as well as the teachers were extremely sympathetic to me as well, and that sympathy caused more trauma. You don't want to be sympathized because you don't know something, right? Appo adu it just put you off from what exactly you really want to. Appo aa oru to cut the long story short, തള്ളിവിട്ടപ്പെട്ട് എത്തിച്ചേർന്ന ഒരു സ്റ്റുഡൻറ് ലൈഫും അതിനുശേഷം ഈ ഇൻറ്റേൺഷിപ്പ് കാലഘട്ടങ്ങളിലാണ് ആർക്കിടെക്ചറിനെ പറ്റിയിട്ടൊരു ബോധ്യം നന്നായി വരുന്നതും. ആ ഇൻറ്റേൺഷിപ്പിലെ മെൻറ്ററായിട്ട് വന്ന വളരെ സീനിയറായിട്ടൊരു ആർക്കിടെക്റ്റായിരുന്നു അദ്ദേഹമാണ് സത്യത്തിൽ എന്നെ ആർക്കിടെക്ചറിലേക്ക് പുറത്തേക്ക് ഇട്ടത്. അതിൽ നിന്നും 5th ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ജനറലി ഒരു ആക്ടിവിസം എല്ലാ കാലത്തും മനസ്സിലുണ്ടായിരുന്നു. അത് ഗ്രാമത്തിൽ താമസിക്കുമ്പോഴും എൻ്റെ എന്താ പറയുക, ഒരു ജൈവികമായിട്ടുള്ള ജെനറ്റിക്കലായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എൻ്റെ കുടുംബത്തിലും ഒക്കെ ടു ഡു സോഷ്യൽ വർക്ക് ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് റിഫോംസ്, അജിറ്റേഷൻസ്, ആക്ടിവിസം. ഇതൊക്കെ ജെനറ്റിക്കലി തന്നെ എൻ്റെ കുടുംബത്തിലുള്ളതാണ്. അപ്പോൾ അത് നമ്മളിലും ഉണ്ട്, എവിടെയൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ ഒരു 4th ഇയർ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിയുമ്പോൾ ആർക്കിടെക്ചറിനോടൊരു താല്പര്യം കൂടുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് എന്ത് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഈസ് ദർ എ പോസിബിലിറ്റി ഓഫ് ഡൂയിങ് സർട്ടൻ ലെവൽ ഓഫ് സോഷ്യൽ ഇൻ്റർവെൻഷൻസ് ഓർ ഈവൻ സോഷ്യൽ ആക്ടിവിസം ത്രൂ ആർക്കിടെക്ചർ? അങ്ങനെയുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെയുള്ളൊരു നോട്ടം. ആ നോട്ടത്തിൻ്റെ ഭാഗമായി ലോറി ബേക്കർ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ യെസ്, ദർ ഇസ് എ പോസിബിലിറ്റി. അദ്ദേഹം ചെയ്യുന്ന ആർക്കിടെക്ചർ അല്ലെങ്കിൽ അദ്ദേഹം ആർക്കിടെക്ചറിലൂടെ സംസാരിക്കുന്ന പൊളിറ്റിക്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു. ആ പൊളിറ്റിക്സിൽ നമുക്കും താല്പര്യമുണ്ട് എന്നുള്ള അതിലേക്ക് ആകൃഷ്ടരാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അങ്ങനെയാണ് പാസ് ഔട്ടായ മെഡിറ്റൈൽ തന്നെ അദ്ദേഹവുമായി അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു വാതായനം അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് എന്നുള്ള നിലയിൽ ഈ ഒരു ഹൗസ് ഓഫ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടായി. ഇറ്റ് ഈസ് ബേസിക്കലി എ ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സ് ആൻഡ് എൻജിനീയേഴ്സ് ആൻഡ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ വാസ് ഹെൽപ്പിംഗ് ഔട്ട് ലോറി ബേക്കർ ടു എക്സിക്യൂട്ട് മോസ്റ്റ് ഓഫ് ഹിസ് പ്രോജക്ട്സ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ബിക്കോസ് ബേക്കർ നെവർ ഹാഡ് ആൻ ഓഫീസ് ഓൺ ഇറ്റ്സ് ഓൺ. അപ്പോൾ ആ സമയത്ത് തന്നെ ഗുണമെന്നോ ദോഷമെന്നോ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം, ലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവുകയും ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുകയും ചെയ്തൊരു ഭീകര സംഭവം 92, 93 ഓർ 94 ആ ഒരു കാലഘട്ടങ്ങളിലാണ് ഉണ്ടായത്. ആ സമയത്ത് അതിൻ്റെ ഒരു റീബിൽഡിങ് എക്സസൈസിന് വേണ്ടിയിട്ട് ലോറി ബേക്കറെ ഇന്ത്യ ഗവൺമെൻറ് സമീപിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു വില്ലേജ്, കേരള ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന മലയാള മനോരമയുടെ കെയർ ഓഫിലൂടെ സ്പോൺസർ ചെയ്യുന്ന ഒരു വില്ലേജ് റീബിൽഡിങ് വാസ് കംപ്ലീറ്റ്ലി ഗിവൺ ടു ലോറി ബേക്കർ. ആ റീബിൽഡിങ് പ്രോസസ്സിനെ ഹെഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസ് ഓഫ് കൺസൾട്ടൻസ് വാസ് എൻഗേജ്ഡ്. ആ ഹൗസ് ഓഫ് കൺസൾട്ടൻസ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. സോ ഐ വാസ് ദെയർ ഓൾമോസ്റ്റ് 6 months ഓൺ സൈറ്റ് ഇൻ ലത്തൂർ. അപ്പോൾ അവിടെ ഭയങ്കര ഹെവി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ക്ലൈമറ്റും നമ്മളൊട്ടും യൂസ്ഡ് അല്ലാത്തൊരു അറ്റ്മോസ്ഫിയറും ഒട്ടും യൂസ്ഡ് അല്ലാത്ത ഭാഷയും ഭക്ഷണ രീതികളൊക്കെ ആയിട്ട് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു എക്സ്പോഷർ ഇനീഷ്യലി തന്നെ കിട്ടുകയും അങ്ങനെ ആ ഒരു
വഴി കണ്ടെത്തുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയൊക്കെയാണ് ചെയ്തത്. അതിനുശേഷം ബേക്കർ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമാണ് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിരുന്ന അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുമില്ല. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിരുന്ന, അദ്ദേഹത്തെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നമ്മളതായ വഴികൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. വി ട്രൈ ടു റീഇൻ്റർപ്രറ്റ് വാട്ട് എക്സാക്ട്ലി ഹാസ് ബീൻ അണ്ടർസ്റ്റുഡ് ആൻഡ് ടോട്ട് ബൈ ദ ഗ്രേറ്റ് മാസ്റ്റർ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ലോറി ആ സമയത്ത് ഒരു ക്ലീഷേഡ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്കൊന്നും കേട്ടിരിക്കാൻ വഴിയില്ലാന്ന് തോന്നുന്നു. ലോ കോസ്റ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ബേക്കർ. And Baker would say there is nothing low cost, there is an actual cost, there is nothing called low cost architecture, you know. ഒരു മെറ്റീരിയലിനായാലും ഒരാൾക്കായാലും ഒരു കൂലി ആയാലും വിലയായാലും ഒക്കെ ഒരു ആക്ച്വൽ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിൽ എങ്ങനെ ചെയ്യാം, എങ്ങനെ സെൻസിബിളായിട്ട് ചെയ്യാം, എങ്ങനെ സെൻസിറ്റീവായിട്ട് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആർക്കിടെക്ചറൽ നിർവചനങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ മീഡിയയും സമൂഹവും ഒക്കെ ലോ കോസ്റ്റ് ആർക്കിടെക്ചറിനും അതേപോലെ ബ്രിക്ക് എക്സ്പോസ്ഡ് ആയാൽ ബേക്കർ സ്റ്റൈലായി എന്നും ബേക്കർ സ്റ്റൈൽ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്ന ടാഗ് ലൈനുകളിലൂടെ അതിനെ സത്യം പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ചെറിയ ഒരു അറിവിൽ മനസ്സിലാക്കിയതും അന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി ഇൻഡിവിജ്വൽ ഡിസേർവ്സ് എ സ്പേസ് ആൻഡ് ദാറ്റ് സ്പേസ് ക്യാൻ ബി എക്സ്ട്രീംലി പോസിറ്റീവ്, എക്സൈറ്റിംഗ്, സ്റ്റിമുലേറ്റിംഗ്, യുനോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേഷ്യൽ ക്വാളിറ്റി ഏത് മനുഷ്യനും, ഇത്ര പ്രായമുള്ളവനോ പ്രായമില്ലാത്തവനോ പൈസ ഉള്ളവനോ ഇല്ലാത്തവരോ ഒക്കെ അർഹിക്കുന്നുണ്ട്. അത് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഒരു ക്ലവറായിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിന് അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിന് അത് സാധിക്കും. അതിൽ ഐഡിയലി യു യൂസ് ലോക്കൽ മെറ്റീരിയൽസ്, റിസോഴ്സൊക്കെ ഏറ്റവും മിനിമത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലോക്കലായിട്ടുള്ള സംഗതികളും എളുപ്പത്തിൽ ചെയ്യാവുന്ന സംഗതികളും പെട്ടെന്ന് ചെയ്യാവുന്ന സംഗതികളും ക്ലയൻറ്റിന് തന്നെ ചിലപ്പം എക്സിക്യൂട്ട് ചെയ്യാവുന്ന സംഗതികളും ഒക്കെ ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു മാർഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസസ് ക്രിയേറ്റ് ചെയ്യുക. ആ സ്പേസസിൻ്റെ എൻവലപ്പ് കുഡ് ബി എനിത്തിങ്, എനി മെറ്റീരിയൽ വിച്ച് ഈസ് ലോക്കലി അവൈലബിൾ. ആ ഒരു തോട്ട് പ്രോസസ്സിലായിരുന്നു. സോ ഇൻ ദാറ്റ് സെൻസ് ഹി വാസ് മേജർലി ഫോക്കസിങ് ഓൺ സ്പേഷ്യൽ, എക്സ്പീരിയൻഷ്യൽ, ക്ലൈമാറ്റിക് എക്സൈറ്റ്മെൻറ്റ്. വേറാസ് ദ പൊതുസമൂഹം അതിനെ ഏറ്റെടുത്തത് ഒരു ലോ കോസ്റ്റ് ആർക്കിടെക്ചർ, ബേക്കർ സ്റ്റൈൽ ആർക്കിടെക്ചർ, എക്സ്പോസ്ഡ് ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്ന വേറൊരു തലത്തിലാണ്. സോ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. സോ വി വർ ക്വൈറ്റ് കൺവിൻസ്ഡ്, ഹൗസ് ഓഫ് കൺസൾട്ടൻസ് എന്നാണ് അന്ന് വിളിച്ചത്, അതാണ് ഇവഞ്ച്വലി സ്പേസ് ആർട്ടായി മാറിയതും. അതുപോലെ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് സൈഡ് വി സ്റ്റാർട്ടഡ്. ബിക്കോസ് ഈ പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്ന സ്പേഷ്യൽ ക്വാളിറ്റിയും ആർക്കിടെക്ചറൽ വൊക്കാബുലറിയും പലപ്പോഴും ഒരു ബിൽഡർ സൈഡിലുള്ള ഒരാൾക്ക് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ അവർ ദേ വോണ്ട് അലോ യു ടു ഡു ദാറ്റ്, ടു എക്സ്പെരിമെൻറ്റ്. അങ്ങനെയാണ് ഗുഡ് എർത്തിൻ്റെ ഫോർമേഷൻ. സോ സ്പേസ് ആർട്ട് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് കൺസൾട്ടൻസ് ബിക്കെയിം സ്പേസ് ആർട്ട്. അതിൻ്റെ പാരലൽ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഡെവലപ്പർ വിങ് എന്നുള്ള രീതിയിൽ ഗുഡ് എർത്ത്, സോ ദാറ്റ് വി കുഡ് എക്സ്പെരിമെൻറ്റ് വിത്ത് സ്പേഷ്യൽ ക്വാളിറ്റി, മെറ്റീരിയൽ ക്വാളിറ്റി, റിയൽ എസ്റ്റേറ്റ്, എവറിത്തിങ്, ബിസിനസ് സൈഡ് ഓഫ് ഇറ്റ്, യുനോ. സോ അങ്ങനെ ഈ ഗുഡ് എർത്തും സ്പേസ് ആർട്ടുമായി ഞങ്ങൾ വേറൊരു വഴിയിലൂടെ, എന്നാൽ അതിൻ്റെ സത്ത, അന്തസത്ത അല്ലെങ്കിൽ സ്വത്വം, ഐഡൻറ്റിറ്റി, സോൾ എന്നൊക്കെ പറയുന്നത് ദ ഗ്രേറ്റ് മാസ്റ്റർ മിസ് ബേക്കർ സൃഷ്ടിച്ചു തന്ന സംഗതികൾ തന്നെയാണ്. അതിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നീണ്ട കഥകളാണ്. എന്തായാലും കേട്ടപ്പോഴും നല്ല രസമുണ്ട്. എന്താ പറയുക, ഒരു പുതിയൊരു ഇൻഫർമേഷൻ അല്ലേ. അപ്പോൾ സാറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മളിപ്പോൾ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ചലഞ്ചിങ് വേൾഡാണ് നമ്മൾ ഈ ഒരു ആർക്കിടെക്ട് ഫീൽഡിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് സ്റ്റുഡൻസിനെ കേപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ ആർക്കിടെക്ചർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റാണ് സാറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ കൊണ്ടുവരാൻ? തീർച്ചയായിട്ടും, ആസ് യു റൈറ്റ്ലി ഒബ്സർവ്ഡ്, ഇറ്റ് ഈസ് എ വെരി വെരി ചാലഞ്ചിങ് വേൾഡ് വി ആർ ലിവിങ് ഇൻ. മൾട്ടിപ്പിൾ ചലഞ്ചുകളാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ചലഞ്ചുകളാണ്. അതിലേറ്റവും ശക്തമായും വ്യക്തമായും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒന്ന് ടെക്നോളജിക്കൽ ഗ്രോത്ത് ആൻഡ് ഇൻ്റർവെൻഷൻ. അത് ഏത് ഡയറക്ഷനിലേക്കാണ്, എയുടെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ഇത് ഏത് ഭാഗത്തേക്കാണ്, നമ്മുടെ പ്രൊഫഷൻ മാത്രമല്ല, മാനവരാശി എന്ന് പറയുന്ന, ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്ന, അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എവിടെ വരെ എത്തും എന്നുള്ളത് ഒരു വിധത്തിലും പ്രവചനാതീതമല്ല.
ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് വെൻ ഐ തിങ്ക് ബാക്ക്, ഇപ്പോൾ ഈ പറഞ്ഞ 90s നമ്മൾ പാസ് ഔട്ട് ആവുന്ന സമയത്ത് കമ്പ്യൂട്ടറില്ല, ഓട്ടോ ക്യാഡില്ല, ഇൻ്റർനെറ്റ് ഇല്ല, മൊബൈൽ ഫോണില്ല, ഇമെയിലുകളില്ല, ഇൻസ്റ്റഗ്രാമുകളില്ല, യുനോ റീലുകളില്ല, ഫേസ്ബുക്കുകളില്ലാത്ത ഒരു ലോകത്തിൽ പാസ് ഔട്ടായ ആൾക്കാരാണ് ഞാൻ. അതിൽ നിന്നാണ് ഇപ്പോൾ യു ആർ ഡൂയിങ് എ പോഡ്കാസ്റ്റ്, യുനോ ദ ജേർണി ഈസ് സോ മച്ച്, ഐ മീൻ ദ ഡിഫറൻസസ് ഇസ് സോ മച്ച്, റൈറ്റ്? അതിൽ നിന്നിപ്പോൾ ഈ AI വരവോടുകൂടി വേറെ ഏതൊക്കെ തലങ്ങളിലേക്കാണ് അതൊരു ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഹെൽപ്പിംഗ് യുവർ പ്രൊഫഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി വേറെ ഏത് തലങ്ങളിലേക്കൊക്കെ പോകും എന്നുള്ളത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ആൻഡ് ഐ എം കോൺസ്റ്റൻ്റ്ലി തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്, ഐ എം excited about it actually, but then I also know that it can be really brutal, ruthless for all of us. അതിൽ എനിക്ക് സംശയമില്ല താൻ. Though I'm not worried, maybe because of the age, because of the stage you have gone through, the path you have already traveled, you know, that has given a lot of confidence and toughness. അതാണ് ഒരു മേജർ ത്രെറ്റായിട്ട് തന്നെ വേണമെങ്കിൽ കാണാവുന്നത്, അല്ലെങ്കിൽ ഒരു ടഫ് സിറ്റുവേഷൻ ആയിട്ട് കാണാവുന്നത്. അതുപോലെ തന്നെ ഉള്ള ഒരു മേജർ ആശങ്ക ഉള്ള ഒരു, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഒരു ബാലൻസിങ് ആക്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു യങ് ആർക്കിടെക്റ്റ് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയും ഒരു ആസ്പിറേഷൻ, അല്ലെങ്കിൽ ഒരു എന്താണ്, ഓഫ് എ പബ്ലിക്, യുനോ, അത് ഈസ് ഓൾസോ ഗെറ്റിംഗ് ചേഞ്ച്ഡ് ബിഗ് ടൈം. പെർസെപ്ഷൻസ് ആർ ഗെറ്റിംഗ് ചേഞ്ച് ബിഗ് ടൈം. അപ്പോൾ ഒരു നമ്മളൊക്കെ ആർക്കിടെക്ചർ പ്രാക്ടീസ് തുടങ്ങുന്നത് പൂർണ്ണമായി എല്ലാവരും തന്നെ വീടുകളിലൂടെയാണ്. വീടുകൾ ചെയ്യലാണ് ആദ്യത്തെ അസൈൻമെൻറ്റുകൾ എല്ലാ ആർക്കിടെക്ട്സിനും കിട്ടുന്നത്. സോ അതിൽ നിന്നും ഇപ്പോൾ വീടുകളെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജനറേഷനിൽ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ whom you discuss with are not really bothered about the house itself, you know. It can be co-living space, it can be a co-working space. These are all new terminologies which we are, you know, getting exposed to. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് you understand that the perception of the general public and the people at large are changing in a very very big way. അതേപോലെ സ്വാഭാവികമായിട്ടും younger perceptions, aspiration levels are, you know, global. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് ലോക്കൽ ലെവൽ ഓഫ് ആസ്പിറേഷൻ ആണ്, മേ ബി ഒരു നാഷണൽ ലെവൽ വരെയൊക്കെ. നൗ ദ ഹോൾ തിങ് ഇസ് ദ ബൗണ്ടറീസ് ആർ കംപ്ലീറ്റ്ലി ബ്ലേർഡ് ആൻഡ് പീപ്പിൾ ആർ ഹാവിങ് ഇൻ്റർനാഷണൽ ഗ്ലോബൽ ആസ്പിറേഷൻ. സോ വി സീ എ ഹ്യൂജ് ഔട്ട്ഫ്ലോ ഓഫ് യങ് മൈൻഡ്സ് ഫ്രം our country, from our state, and that will create another level of a challenge where there is a huge number of senior citizens and things related to that. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ ഐ ട്രൂലി തിങ്ക് ദാറ്റ് സിൻസ് ദ ടെക്നോളജി ഈസ് അഡ്വാൻസിങ് ഇൻ സച്ച് എ ഫാസ്റ്റ് പേസ്, മോസ്റ്റ് ഓഫ് ദ സ്റ്റഫ് ഇൻക്ലൂഡിങ് മേ ബി ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റംസ് കുറേയധികം AI വിൽ ടേക്ക് ഓവർ. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 5% ആൾക്കാരാണ് ഓവറോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ, വീട് വയ്ക്കുന്നവരാവട്ടെ വേറെ എന്ത് സ്ഥാപനങ്ങൾ ചെയ്യുന്നവരാവട്ടെ, അതിലെ 5% ആൾക്കാരെ ഇപ്പോഴും ആർക്കിടെക്ട്സിനെ ഉപയോഗിക്കുന്നുള്ളൂ. 95% ഓഫ് ദ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആർ ഡൺ ബൈ നോൺ പ്രൊഫഷണൽസ്. മനസ്സിലായോ? അത് എഞ്ചിനീയേഴ്സ് ആവാം, ഡിപ്ലോമ ഹോൾഡേഴ്സ് ആവാം, ഡ്രാഫ്റ്റ്മാൻമാരാവാം, ITIക്കാരാവാം, കോൺട്രാക്ടർമാരാവാം, എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയേഴ്സ് ആവാം. വി ആർ ഓക്കെ വിത്ത് ദാറ്റ്, യുനോ. നമ്മുടെ നാട്ടുകാർ, അല്ലെങ്കിൽ അത് മലയാളിയല്ല, എല്ലായിടത്തും ഓൾ ഓവർ ഇന്ത്യ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. 5% മാക്സിമം പെനട്രേഷൻ ഫോർ എൻ ആർക്കിടെക്ട് ഇപ്പം തന്നെ ഉള്ളത്. സോ ഐ നോ ദാറ്റ് വിത്ത് ദിസ് ഇൻ്റർവെൻഷൻ ഓഫ് AI in a very big way, this 95% will have so much more access to good designs, I would say, with a excellent skill for prompting. If they can come out with you know, exceptional level of understanding about the AI, they will be able to come out with interesting designs and things like that. അപ്പോൾ അവിടെ ആർക്കിടെക്റ്റ് വീണ്ടും ചലഞ്ച് ചെയ്യപ്പെടുകയാണ് വലിയ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴും ബാക്കി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള കമ്പാഷൻ എന്ന് പറയുന്ന സാധനം, സോഷ്യൽ
ആസ്പെക്ട്സ്, സോഷ്യൽ സ്കിൽ സെറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ, ഇതെല്ലാം അന്നേരവും ഏത് കാലത്തും ആവശ്യം വരുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ ഒരു ആർക്കിടെക്റ്റിൻ്റെ സോഷ്യൽ സ്പേസിലേക്കുള്ള ഇടപെടലുകൾ, അത് സ്റ്റുഡൻറ്റ് ആർക്കിടെക്റ്റ് ആവട്ടെ, പ്രാക്ടീസിങ് ആർക്കിടെക്റ്റ് ആവട്ടെ, ദേ നീഡ് ടു ബി കോൺസ്റ്റൻ്റ്ലി എൻഗേജ്ഡ് വിത്ത് ദ പബ്ലിക്. അങ്ങനെ ഈ 5% എന്ന് പറയുന്ന സാധനത്തിനെ 10, 15, 20% ആക്കിയാൽ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആർ ഗോയിങ് ടു ബി എൻഡ്ലെസ്. 5% തന്നെ വി ആർ ഓൾ സർവൈവിങ് നൗ, നോട്ട് ബാഡ്, everybody is surveying with a very limited penetration. So if you can increase that by doing so many public projects and public സ്പേസുകളിലേക്കുള്ള ഇടപെടലുകളിലൂടെ വിസിബിലിറ്റിയും, ഈ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഒരു എയർ കണ്ടീഷൻഡ് ഗ്ലാസ് ഹൗസിൽ കംഫർട്ടബിളായിട്ട് ഇരുന്ന് ജീവിക്കുന്ന ഒരു അപ്പ് മാർക്കറ്റ് പ്രൊഫഷനാണ്. എയർ കണ്ടീഷൻ കാറുകളും എയർ കണ്ടീഷൻഡ് ഓഫീസുകളും മാത്രം ഇരുന്ന് എന്താ പറയുക, ഹയസ്റ്റ് നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിന് മാത്രം പ്രാപ്യമായ ഒരു സെലിബ്രിറ്റി പ്രൊഫഷനാണ് എന്നുള്ള തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ നിന്നും ആർക്കിടെക്റ്റിലും സ്റ്റുഡൻസിൽ നിന്നും മാറുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഘടന. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, 15 വർഷം എന്ന് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയാം, കോഴിക്കോട് ഒത്തിരി അധികം പബ്ലിക് പ്രോജക്റ്റ് ഇനീഷ്യേറ്റീവ്സ് ഐയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് ആ സ്കൂളുകൾ, കാരപ്പറമ്പ് സ്കൂള്, മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂള്, മലാപ്പറമ്പ് സ്കൂള്, ലൈബ്രറികൾ, ബീച്ച്, ഫ്രീഡം സ്ക്വയർ, അങ്ങനെ സമുദ്ര, 100,000 പ്രോജക്റ്റുകൾ. അതിലൂടെ ഉണ്ടായ വിസിബിലിറ്റി, അതിലൂടെ ഉണ്ടായ ഗുഡ് വിൽ, അതിലൂടെ ഉണ്ടായ എന്താ പറയുക, ഓരോരുത്തർക്കും സാമൂഹികമായും ബൗദ്ധികമായും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ ആർക്കിടെക്റ്റിലും പൊതുസമൂഹത്തിലും ഇത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ആൻഡ് അതിൻ്റെ കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിലെ റീബിൽഡിങ് ആക്ടിവിറ്റിയിലായാലും പാലിയേറ്റീവ് മെഡിസിൻ സ്പേസിലേക്കുള്ള ഇടപെടലിലൂടെ കമ്പാഷനേറ്റ് സ്പേസസിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുക. അതൊരു പ്ലാൻ, എലിവേഷൻ, സെക്ഷൻ, വ്യൂ എന്ന് പറയുന്ന പാരാമീറ്റർക്ക് ഉപരിയായി ഒരു എക്സ്പീരിയൻഷ്യൽ ലെയർ അതിനുണ്ട്. അതൊരു ഇൻറ്ററാക്ഷനിലൂടെ, നിരന്തരമായ സമ്പർക്കത്തിലൂടെ, നിരന്തരമായ ഇടപെടലുകളിലൂടെ ഉണ്ടായി വരുന്ന അടുത്തൊരു ലെയറും കൂടി ചേരുമ്പോഴാണ് യു ബിക്കം എ സെൻസിറ്റീവ് ആർക്കിടെക്റ്റ്, യു ആർ മാസ്റ്ററിങ് കമ്പാഷനേറ്റ് സ്പേസസ് എന്നൊക്കെ പറയുന്ന ലെയറിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതിലൂടെ നമ്മളുടെ ഡയമെൻഷൻസും കുറെ കൂടി മാറി വരും. ആ മാറ്റത്തിലൂടെ ഈ സമൂഹം എങ്ങനെയൊക്കെ മാറിയാലും അതിലേക്ക് അഡാപ്റ്റഡ് ആവാനും അതിൽ പിടിച്ചു നിൽക്കാനുള്ള റെസിസ്റ്റൻസും സ്കിൽ സെറ്റ്സും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ എന്താ പറയുക, ഒരു കോഗ്നേറ്റീവ് ആൻഡ് ഫിസിക്കൽ ആട്രിബ്യൂട്ടുകളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അനുഭവം. അത് തന്നെയാണ് പലരുടെയും അനുഭവം. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി നിരന്തരമായി ആൾക്കാരെ അതിലേക്ക് ഇറക്കി വിടുക. വെദർ യു ആർ എ സ്റ്റുഡൻറ്റ് ആർക്കിടെക്ട് ഓർ എ യങ് ആർക്കിടെക്ട്, പുഷ് ദം ടു ഡു ആൻഡ് ഗെറ്റ് ഇൻവോൾവ് വിത്ത് പബ്ലിക് സ്ഫിയർ, പബ്ലിക് റെലംസിലേക്ക് ഇറങ്ങുക, പബ്ലിക് ആർക്കിടെക്ചറിലേക്ക് ഇറങ്ങുക. ആൻഡ് ഈ പറയുന്നത് പോലെ സീനിയർ സിറ്റിസൺസ് ആയാലും പാലിയേറ്റീവ് കെയറിലായാലും ഒക്കെ ഒരു വോളണ്ടിയർ എന്നുള്ള രീതിയിലും അതിൻ്റെ കൂടെ തന്നെ ആ പ്രോസസ്സിലൂടെ അവരുടെ നീഡുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ട സ്പേസുകൾ എന്താണെന്നുള്ളത് തിരിച്ചറിയുകയും അതിൻ്റെ മെറ്റീരിയാലിറ്റി എന്താണെന്ന് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള വളരെ കോംപ്രഹെൻസീവായ ആർക്കിടെക്ചറൽ സൊല്യൂഷൻസ് ഫ്രം ദ ക്ലീഷേഡ് പ്രൊപ്പോർഷൻ, സ്കെയിൽ ആൻഡ് ആ ഡെഫിനിഷൻസിൻ്റെ ഉപരിയായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാധനം നമ്മുടെ രാജ്യത്ത് മുഴുവനുണ്ട്. അതിൻ്റെ ആവശ്യം വളരെ വളരെ കൂടുതലുമാണ്. അതിലൂടെ ഈ പറയുന്ന സ്റ്റുഡൻറ്റ് ആർക്കിടെക്റ്റിനും യങ് ആർക്കിടെക്റ്റിനും ഒക്കെ വലിയ രീതിയിൽ അവരുടെ പ്രസൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ സാർ, പിന്നെ ഇത്രത്തോളം ഇൻഫോർമേറ്റീവായിട്ടുള്ള എന്താ പറയുക, ഞങ്ങൾക്കും കുറേ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഇത് കാണുന്ന ഓഡിയൻസിനും മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് നമുക്ക് ചെറുതായിട്ട് കൺക്ലൂഡ് ചെയ്യാം ഉള്ള ടൈം. ആൻഡ് നമ്മളെ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്, Dchatൻ്റെ. അപ്പം താങ്ക് യു വിനോദ് സാർ ബീങ് പാർട്ട് ഓഫ് അവർ Dchat. അബ്സല്യൂട്ട്ലി. അതിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, രസകരമായ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ചെയ്യാം. ഓഡിയൻസിനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞു മലയാളം മാത്രം അറിയാവുമായിരുന്ന ഞാൻ, അത് ഒറ്റ കാരണം കൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് വേണ്ട രീതിയിൽ അറ്റൻഡ് ചെയ്യാതെ 2-3 വർഷങ്ങൾ കഴിഞ്ഞു. അതിനുശേഷമാണ് ആർക്കിടെക്ചറൽ ഇൻക്ലിനേഷൻ വരുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒത്തിരിയധികം പ്രൊജക്റ്റുകളിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കഴിഞ്ഞു. അതിൽ വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രസമായിട്ട് വന്ന ഒരു സംഭവം, ആർക്കിടെക്ചർ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ എൻ്റെ തന്നെ ക്ലാസ്മേറ്റ് ആയിരുന്ന
മലയാളം അറിയാത്ത വേറൊരാളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണറായതും ഓഫീസ് പാർട്ട്ണറായതും. മനസ്സിലായോ? അപ്പോൾ മലയാളം മാത്രം അറിയുന്നു എന്നുള്ള പേടിയോടുകൂടി 3 വർഷം ക്ലാസ്സിൽ കയറാത്ത ആൾ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മലയാളം അറിയില്ലാത്ത ഒരാളെയും കൊണ്ടാണ് തിരിച്ചിറങ്ങിയത് എന്നുള്ള. അപ്പോൾ ആ ഗ്രാജുവേഷൻ്റെ കൂടെ ഒരു പാർട്ട്ണറേയും കൂടി കൊണ്ടുവന്നു. ആ പാർട്ട്ണർ തന്നെയാണ് ഇപ്പോൾ സ്പേസ് ആർട്ടിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ഓഫ് സ്പ്രിങ്സ് എന്നുള്ളത് നിങ്ങളുടെ ഏജിലുള്ള 2 പേരെ പ്രൊഡ്യൂസ് ചെയ്യുകയും അവർ ഈ പറയുന്ന രീതികളിൽ പല സംഗതികളിലും എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം അഡീഷണൽ ആയിട്ട് വീണ്ടും പറയാനാണ് എനിക്കിഷ്ടമുള്ളൊരു സാധനം. കഴിഞ്ഞ ദിവസം ജസ്റ്റ് ലൈക്ക് ബുക്കർ പ്രൈസ് പോലെ ഉള്ള ഒരു മേജർ ഇൻ്റർനാഷണൽ പ്രൈസാണ് ക്രോസ് വേർഡ്സ് പ്രൈസ് എന്ന് പറയുന്നുള്ള ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതിൽ ഈ പ്രാവശ്യം കിട്ടിയത് ഒരു മലയാളിക്കാണ്. എന്താണ് അവരുടെ പേര്? വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് പേരാണ്. സഹറു നുസൈബ കരിബനാനി, അങ്ങനെ എന്തോ ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് 1.5 മണിക്കൂറിൻ്റെ ഇതിഹാസം, ക്രോണിക്കിൾ ഓഫ് an hour and a half. ഇതാണ് ആ ബുക്കിൻ്റെ പേര്. അതിനാണ് അത് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കഥ വായിച്ചു, ആ ബുക്കും ഞാൻ വായിച്ചു. അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം കിട്ടി. കഴിഞ്ഞ ആഴ്ച വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വി വർ ടോക്കിംഗ്. ഞാനൊരു അവിടെ ഒരു സ്പീക്കറായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതും സിമിലർ ആയിട്ടുള്ളൊരു കഥയാണ്. അതായത് അരീക്കോട് മുക്കത്തൊരു വില്ലേജിൽ പഠിച്ച ഒരാളാണ്. 12th അല്ലെങ്കിൽ വരെ മലയാളം മീഡിയം. അതിനുശേഷം ഡിഗ്രിക്ക് പുള്ളി JNUവിൽ പോയി PhD അവിടുന്ന് ചെയ്തു. അവിടെ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു ആവേശമാണ് ഇംഗ്ലീഷിലൊരു നോവൽ എഴുതണം എന്ന്. അങ്ങനെ അയാൾ എഴുതിയ 3ാമത്തെ നോവലാണ് ഈ പർട്ടിക്കുലർ ബുക്ക്. ആൻഡ് ദാറ്റ് ഹാസ് വൺ ദ ഇന്റർനാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ബുക്ക് ഓഫ് ദ ആൻഡ് ഇറ്റ്സ് ആൻ അമേസിംഗ് ബുക്ക്. യു മസ്റ്റ് ഓൾ റീഡ് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു നട്ട്ഷൽ എന്ന് പറയുന്നത്, ഇറ്റ്സ് ഫൈനലി യു ആർ ദ വൺ ഹൂ keeps that boundary for yourself. You draw your own boundary yourself. If you really want to move on to any direction, it's up to you, and it's ഈ സമൂഹവും ഈ ലോകവും നിങ്ങളുടെ പുറകെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. താങ്ക് യു സർ.